ഹലോ, വെൽക്കം ബാക്ക്. ഇന്നെൻ്റെ യാത്രകൾ വന്നെത്തിയിരിക്കുന്നത് ഹൈദരാബാദിലെ സലാർജംഗ് മ്യൂസിയത്തിലേക്കാണ്. ഉച്ചയോടെ ഞങ്ങൾ മ്യൂസിയത്തിലെത്തി. ഒരുപാട് നടന്ന് കാണാനുണ്ടെന്നാണ് ഞാൻ കേട്ടത്. ഒരു സൈഡിൽ നിന്നായിട്ട് നമ്മളും കാണാൻ തുടങ്ങി. ഇതേതോ ബെഡ്റൂമിൻ്റെ പാർട്ടായിരുന്നു എന്ന് തോന്നുന്നു. സലാർജംഗ് 3 എന്ന് പറയുന്ന നവാബിന് ഇങ്ങനെ പല രാജ്യത്തു നിന്നുള്ള പഴയ സാധനങ്ങളൊക്കെ കളക്ട് ചെയ്യുന്ന വലിയൊരു ഹോബി ഉണ്ടായിരുന്നു. പുള്ളിയുടെ കളക്ഷനാണ് ഈ മ്യൂസിയത്തിൽ കാണുന്ന എല്ലാ സാധനങ്ങളും. ഇവിടെ ഏതാണ്ട് 12-ാം നൂറ്റാണ്ട് മുതലുള്ള സാധനങ്ങൾ ഉണ്ടെന്നാണ് ഞാൻ അറിഞ്ഞത്. ഓരോ റൂമിലും ഓരോ സാധനങ്ങളാണ്. ചില റൂമിൽ ഇതുപോലെ പെയിൻറ്റിങ്സ്, ചില റൂമിൽ ഇതുപോലത്തെ സാധനങ്ങൾ, ചില റൂമിൽ ജേഡ് കൊണ്ടുണ്ടാക്കിയവ, ചില റൂമിൽ വെപ്പൻസ്, ചില റൂമിൽ ഡ്രസ്സ്, അങ്ങനെ തുടരുന്നു. ഇവിടെയായിട്ട് കുറേ ഡ്രസ്സാണ് പ്രദർശിപ്പിച്ചിരിക്കുന്നത്. ഇത്രയൊക്കെ വർഷം കഴിഞ്ഞിട്ടും ഈ ഡ്രസ്സിനൊന്നും യാതൊരു വക കേടുപാടും വന്നില്ലല്ലോ എന്ന് ആലോചിക്കുമ്പോൾ എനിക്ക് ശരിക്കും നല്ല അത്ഭുതമാണ് തോന്നുന്നത്. നമ്മളൊക്കെ ഇനി എത്ര എക്സ്പെൻസീവ് ആയിട്ടുള്ള എത്ര ക്വാളിറ്റി ഉള്ള ഡ്രസ്സ് മേടിച്ചാലും 1-2 വാഷ് കഴിയുമ്പോൾ അതാകെ നശിച്ച് ചീത്തയായി പോകാറാണ് പതിവ്. പക്ഷേ ഇതൊക്കെ ഇങ്ങനെ നിൽക്കുന്നു എന്ന് ശരിക്കും അത്ഭുതം തന്നെ. പിന്നെ ഇവിടെയായിട്ട് കുറേ ഫർണിച്ചേഴ്സ് ആണുള്ളത്. എന്തുമാത്രം കൊത്തുപണിയല്ലേ. ഡൈനിങ് ടേബിൾ സെറ്റ് ഉണ്ട്, സോഫ സെറ്റ് ഉണ്ട്, ഏതോ ഫർണിച്ചർ ഷോപ്പിൽ കയറിയതുപോലുണ്ട്. പക്ഷേ എൻ്റെ ഡൗട്ട് അതൊന്നുമല്ല. ഇത്രയും കൊത്തുപണി ഇരിക്കുന്ന സ്ഥലത്ത് ഉൾപ്പെടെ ചെയ്ത് വെച്ചിരുന്നാൽ ഇരിക്കാൻ അത് കംഫർട്ടബിൾ ആയിരിക്കുമോ? നമുക്ക് നല്ല സോഫാസ് കുഷ്യൻഡ് ആയിട്ടുള്ളവയല്ലേ കൂടുതൽ കംഫർട്ടായിട്ട് തോന്നുക. മേ ബി അന്നത്തെ ആഡംബരം കാണിക്കാൻ വേണ്ടിയിട്ട് അവരുണ്ടാക്കി വെച്ചതായിരിക്കും ഇവയൊക്കെ. ഇങ്ങനെ നടന്നപ്പോൾ പരിചയമുള്ളൊരു മുഖം, ശ്രീനാരായണ ഗുരു, പുള്ളി വരെ ഇവിടെ ഉണ്ട്. ഇത് പല രാജ്യത്തു നിന്നുള്ള പല ടൈപ്പ് ചെസ് ബോർഡായിരുന്നു. പിന്നെ ഒരു റൂം നിറയെ വെപ്പൻസ് കണ്ടു. പല രീതിയിലുള്ള വാളും തോക്കുകളും. ഇതൊക്കെ പൊക്കാൻ തന്നെ നല്ല ആരോഗ്യം വേണമെന്ന് എനിക്ക് കണ്ടപ്പോഴേ മനസ്സിലായി. എന്നെ കൊണ്ടൊന്നും എന്തായാലും ഇതൊന്നും സാധിക്കാൻ പോകുന്നില്ല. എന്തുമാത്രം ഡിഫറൻസ് ഉള്ള ഊന്നുവടി, നിറയെ പ്രതിമ, ഇതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇതാണ് വേൾഡ് റെബേക്ക. അതിൻ്റെ ആ പ്രൊസഷൻ നോക്കിയേ. ഒരാളുടെ മുഖത്തൊരു വീല കിടന്ന് എങ്ങനെ ഇരിക്കുന്നു, ഇത്ര മനോഹരമായി എങ്ങനെയാണ് കൊത്തിവെക്കുക. ബെഗേഴ്സ് ബൗൾ, അന്നത്തെ ബെഗറിന് വരെ ഇത്രയും ആഡംബരമായിട്ടുള്ള ബൗൾ ഉണ്ടായിരുന്നു. അപ്പോൾ ബെഗർ വരെ റിച്ച് ആയിരുന്നല്ലേ. എന്തുമാത്രം റിച്ച് ആയിട്ടുള്ള ഡൈനാസ്റ്റി ഒക്കെ ആയിരുന്നായിരിക്കും അതല്ലേ. ഈ കാണുന്നതാണ് പല്ലക്കുകൾ. ഇതൊക്കെ പൊക്കിയാൽ പിന്നെ ജിമ്മിൽ പോകേണ്ട ആവശ്യം വരില്ല. 6 പാക്ക് അല്ല, വല്ല 18 20 25 പാക്ക് വരെ വന്നേക്കാം. വീണ്ടും ഒരു ഫർണിച്ചർ ഷോപ്പ് പോലുള്ളൊരു സ്ഥലത്താണ് എത്തിയത്. ഇതാണ് ഈ മ്യൂസിയത്തിൻ്റെ നടുമുറ്റം. ഏതാണ്ട് 35ഓളം മുറികളുണ്ട് ഇവിടെ കാണാൻ. ഈ നടത്തം ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കണം. എത്ര വലിയ ഹിസ്റ്ററി ഫ്രീക്കാണെന്ന് പറഞ്ഞാലും ഒരു പോയിന്റ് എത്തുമ്പോഴത്തേക്കും മടുത്തു പോകും. ഞാനും നല്ല ഹിസ്റ്ററി ഫ്രീക്കാണ്, ഞാനും മടുത്തു. ഈ കാണുന്നത് കുത്തുബ് ഷാഹി ടോംസ് ആണ്. അതിൻ്റെ ചുറ്റും നോക്കിയാൽ ഒന്നും തന്നെ ഇല്ല, ഡ്രൈ ഏരിയയാണ്. പക്ഷേ ഇന്ന് അങ്ങനെയല്ല, ഫുൾ കംപ്ലീറ്റ്ലി സറൗണ്ടഡ് ബൈ സിറ്റിയാണ്. എന്തുമാത്രം ചേഞ്ച് അല്ലേ വന്നേ. ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കണം. വെസ്റ്റേൺ ബ്ലോക്ക്, ഈസ്റ്റേൺ ബ്ലോക്ക് എന്നൊക്കെ പറഞ്ഞിട്ട്. നല്ല ചൂടുള്ള സമയമാണിപ്പോൾ. ആകെ ടയേർഡായി. വെള്ളമൊക്കെ കൈ കരുതുന്നത് നല്ലതാണ്. താഴത്തെ ഫ്ലോറിൽ ഒരു ഫുഡ് കോർട്ട് ഉണ്ട്. പക്ഷേ എല്ലാ ടൂറിസ്റ്റ് പ്ലേസിലെയും പോലെ ഇവിടെയും നല്ല എക്സ്പെൻസീവാണ്. ടൂറിസ്റ്റ് പ്ലേസുകളിൽ മാത്രം ഇത്രയും ചാർജ് കൂട്ടി വെക്കുന്നത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലായില്ല. ഈ ഷാൻഡിലിയേഴ്സ് കാണാൻ നല്ല ഭംഗിയായിട്ടുണ്ട്. അങ്ങനെ ഞങ്ങളുടെ മ്യൂസിയം ട്രിപ്പ് ഇന്നത്തത് കഴിഞ്ഞു. ഇനി അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം. അപ്പോൾ അതുവരെ ബൈ.